ഇപ്പോഴത്തെ കാലത്തെ നമ്മുടെ പാരന്റ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ എന്റെ അമ്മയപ്പം പറയും നീ എപ്പോഴും ഫോണിലാണ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഡിക്റ്റ് ആയിക്കോ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാരണം ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ടൊക്കെ വൈറലാവുന്ന കുറേ ആൾക്കാരുണ്ട്, സാധാരണക്കാർ. അല്ല, അത് സത്യം പറഞ്ഞാൽ അസൂയ തോന്നാറുണ്ട്. അതെ, കാരണം ഒരു 10-20 വർഷം കൊണ്ട് നേടിയെടുക്കുന്ന ആ ഒരു പോപ്പുലാരിറ്റി ഇപ്പം സ്റ്റാർഡമോ എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടാണ്. അതെ, നല്ലതും ഉണ്ട് മോശമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്താ പറയാ, ഒരു തരത്തിലും ഇവര് കലാകാരന്മാരായിട്ട് ഒരു എക്സ്പോസ്ഡ് ആവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും പെട്ടെന്ന് കയറി വൈറലാകുന്നുണ്ട്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോഴായിരിക്കും, അതായത് സാധാരണ ജോലിയൊക്കെ ചെയ്യുന്നവരായിരിക്കും, അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ ആയിരിക്കും, അത് വൈറലായി പിന്നീട് അവരൊരു 10 പേര് തിരിച്ചറിയാണ്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് എന്തെങ്കിലും നമ്മളൊരു റീൽസോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് അപ്പൊ നമ്മളായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുമ്പം ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഉണ്ടല്ലോ, അവര് നമ്മളെ അസസ് ചെയ്യുന്ന, അയ്യോ നിങ്ങൾക്ക് 100K ഉള്ളൂ, നമ്മള് 10-30 വർഷം 100K കുറവാണോ, അപ്പൊ നമ്മള് 100K 4 പേര് കണ്ടു എന്ന് പറയുന്നത് നമുക്ക് വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ പറയായിരുന്നു അത്രയും ആൾക്കാരിലേക്ക് എത്താനുള്ള ഒരു മാർഗം നമുക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്. അപ്പം നല്ലതുകൊണ്ട് മോശമുണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ നല്ലതാണ് കൂടുതലും. അല്ല, അപ്പൊ ഈ പറഞ്ഞ എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് 2 വീഡിയോസ് ആദ്യം കാണാം. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞല്ലേ, അപ്പൊ ആ വീഡിയോസ് എന്തൊക്കെയാന്നുള്ളത് കൂടെ നോക്കാം. ഓവർ ടു ദ വീഡിയോ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. പാതി വിരിഞ്ഞൊരു പൂമുത്തു ഞാൻ, എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ ദലവും പൊഴിഞ്ഞു പോയി. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാടു താണ്ടാം. നോവിന്റെ ശൂലമുനമുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു ഷിബി ചേട്ടൻ ആൻഡ് സുനിൽ ചേട്ടൻ. ഇത് സുനിൽ ചേട്ടനാണോ? ഷിബി ചേട്ടനാണ്. സുനിൽ ചേട്ടാ നമസ്കാരം. പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല, ലുക്ക് ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. ഭയങ്കര പാവാ ഞാൻ. ഓക്കെ, നമുക്ക് സുനിൽ ചേട്ടൻ തന്നെ പരിചയപ്പെട്ട് തുടങ്ങാം. സുനിൽ ചേട്ടാ നമസ്കാരം, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെയാണ് സ്ഥലം? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിക്കാരൻ? ചങ്ങനാശ്ശേരി എവിടെയാ? ചങ്ങനാശ്ശേരി പെരുന്ന. എന്റെ പൊന്നെ ആണോ? ഓക്കെ, എന്നിട്ട് എന്നെ പണി എന്നാ? എനിക്ക് വീടിന്റെ പെയിന്റിംഗ് പണി. വീടിന്റെ പെയിന്റിംഗ്. പിന്നെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. പിന്നെ പെയിന്റിംഗ് കഴിഞ്ഞിട്ട് ഓട്ടോ ഓടിക്കാൻ പോകും. അങ്ങനെ ഞങ്ങള് പണിതുകൊണ്ടിരുന്ന സമയത്താ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പം നമ്മുടെ കൂട്ടുകാരന്റെ ഒരു മകന് പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ എൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞ്, ചേട്ടാ എന്നാ ഒരു പാട്ട് പാടാവോ എന്ന് ചോദിച്ചു. ഊണ് കഴിക്കേണ്ട സമയമല്ലേ, ഊണ് കഴിച്ചിട്ട് ഇരിക്കുന്ന സമയമാണ്. അന്ന് അവർ 2 മിനിറ്റ് ഉറങ്ങാമെന്നും പറഞ്ഞ് ഞാൻ കിടന്ന സമയത്ത് ഇവൻ വിളിച്ചേ, എന്നാ നമുക്ക് ഒരുമിച്ച് എന്നാ ഒന്ന് പാടാം എന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പാടിയതാ. പണി സൈറ്റാ അത്, അവിടെ ഇരുന്ന് പാടിയതാ. ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്? കൂട്ടുകാരൊക്കെ പാടുന്ന കൂട്ടത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനൊന്നും ഇട്ടിട്ടില്ല. കല്യാണ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും ചെറിയ ഫംഗ്ഷനിലോ അങ്ങനെ എന്തെങ്കിലും പാടാറൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ചെറിയ ഗാനമേളക്കൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ കല്യാണത്തിന്റെ പരിപാടി. പരിസര പ്രദേശത്തെ ഗാനഗന്ധർവനാണ്, പ്രാദേശിക ഗന്ധർവൻ. ഓട്ടോയിൽ കയറുന്ന ചേച്ചിമാർക്ക് ചില ഗാനങ്ങളൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ? ഉണ്ട്. അതല്ല, പെയിന്റിങ്ങിന്റെ പണി കഴിഞ്ഞ് ബാക്കിയുള്ള വിശ്രമവേളകൾ വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ, 3 കുട്ടികള്. മൂത്ത പുള്ളി പേര് സുധീഷ് കുമാർ. പുള്ളി ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ജോലിയായി. രണ്ടാമൻ BCom കഴിക്കുന്നു, അവൻ ടാലി പഠിക്കുന്നു. ഏറ്റവും ഇളയത് പെങ്കുഞ്ഞ, പുള്ളിക്കാരത്തി
മർത്തോമ കോളേജിൽ പഠിക്കുന്നു. ശൈശവ വിവാഹമായിരുന്നു. ഞാന് എത്ര വയസ്സിൽ കല്യാണം കഴിഞ്ഞത്? എത്ര വയസ്സിൽ കല്യാണം കഴിഞ്ഞേ? ഞാൻ 21ാമത്തെ വയസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാതല്ല. കറക്റ്റ് ടൈമിലായിരുന്നു. 21 ആകാൻ 21 ആവാൻ കാത്തു നിൽക്കുന്നു, ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നു. അതെ, അതെ, കല്യാണം. എങ്ങനെ? നമ്മള് ജാതകം വരെ ഇവിടെ അതാ റെഡിയാ. ഗാനത്തിലുണ്ട്, കളിപ്പാട്ടമായി നിന്റെ ഉള്ളിൽ എന്നാണ് എങ്ങനെ അദ്ദേഹം നമുക്ക് ഈ പാടിയത്. മൂഡിൽ ആ പാട്ടൊന്നുകൂടെ കേട്ടാ? പിന്നെ ചേട്ടനിലേക്ക് വരും, അതുകൊണ്ട് കഥയൊക്കെ ഓർത്ത് വെച്ചോളൂ. Yes, ആ പാട്ടൊന്ന് കേൾക്കാം. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടു ഞാൻ നെഞ്ചിലെ മോഹമാ ജലശയ്യയിൽ സ്വരത്തോട് കൂട്ടുന്നു ഞാൻ ദേവി. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ മനപ്പന്തലിൽ മഞ്ചലിൽ മൗനമായി നീ മയങ്ങുന്നതും കാത്തു ഞാൻ മുട്ടിരുന്നു. അറിയാതെ നിന്നിൽ ഞാൻ വീണലിഞ്ഞു. ഉയിർപ്പൈങ്കിളി എന്നു നീ യാത്രയിൽ നിഴൽ പാടും ഞാനല്ലയോ. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. സൂപ്പർ, കിട്ടിക്ക് കളഞ്ഞു. Thank you. അടിപൊളി. Thank you. ഒന്നും പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യത്തെ ഒരു കമന്റ് തന്നെ അങ്ങനെ തന്നെ കിടക്കട്ടെ. പ്രൊഫഷണൽ സിംഗേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഒരു പടി മുകളിൽ അതാണ് ഞാൻ പറഞ്ഞത്. എത്രയും ആ റണ്ണിങ് നോട്ട്സ് ഒക്കെ ഭയങ്കര ഈ പാടാ. പാട്ട് പഠിക്കാതെ ഒരു യാതൊരു വിധത്തിലുള്ള സ്റ്റേജ് എക്സ്പീരിയൻസോ അങ്ങനെയുള്ള യാതൊരു കാര്യമില്ലാത്ത ഒരാൾ നിന്ന് ഈ റേഞ്ചിൽ പാടുന്നതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. അതായത് ഒരു പ്രൊഫഷണൽ ഗായകൻ പാടുന്ന എന്താണോ അതേപോലെ തന്നെ അങ്ങ് അതിന് മനോഹരമായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അത് ആ ഒരു കോൺഫിഡൻസ്, ഭാവം എല്ലാം. സൂപ്പറായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ ശിവജന്റെ കഥ കേൾക്കാൻ വേണ്ടിയാണ്. നെടുമങ്ങാടാണ്. നെടുമങ്ങാട് ചന്തമുക്കിലെ ചുമട്ടുതൊഴിലാളിയാണ്. അത് ശരി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഈ കവിതയൊക്കെ എഴുതുന്നതാണോ അതോ കവിത എഴുതാറില്ല? അറിയത്തില്ല, ചൊല്ലാനാണ് കൂടുതൽ ഇഷ്ടം. അതെങ്ങനെയാണ്? അതെന്താ കവിത ചൊല്ലാനുള്ള ഒരു ഇൻസ്പിറേഷൻ? ഞാൻ 93 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മധുസൂദനൻ നായരുടെ കവിതകൾ, ഈ അഗസ്ത്യ ഹൃദയം നാരായണത്ത് അത് പിറന്ന കേസറ്റുകൾ കിട്ടിയായിരുന്നു അല്ലേ? കവിത കൂടുതൽ ജനകീയമാക്കിയത് മധുസൂദനൻ നായരുടെ. തീർച്ചയായിട്ടും. ആ സമയത്താണ് ഈ കവിത കൂടുതൽ കേട്ട് ഇഷ്ടപ്പെട്ട് ചൊല്ലാനൊക്കെ ഉള്ള ഒരു താല്പര്യം വന്നത്. പിന്നെ ഇപ്പം മുരുകൻ കാട്ടാക്കട, ചാനൽ പനിച്ചവൻ തുടങ്ങിയ കവിതകളെ കേട്ടപ്പോൾ കൂടുതൽ എന്നോട് ഇഷ്ടം തോന്നി. എങ്ങനെ ഇത് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണോ? ജോലി സമയങ്ങൾ ഇടവേളകളിലൊക്കെ ഇങ്ങനെ വിശ്രമവേളകൾ കവിതയാണ്. കാവ്യാത്മകമാക്കുകയാണ്. പിന്നെ അല്ല. കാവ്യാത്മകം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ എന്റെ ഭാര്യ 2 കുട്ടികളും. മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൾ 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്. മക്കൾക്ക് കവിത പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അവർ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇളയാൾക്ക് ശകലം താല്പര്യമുണ്ട്, പക്ഷെ മൂത്ത സ്പോർട്സിലാണ് കൂടുതൽ കാര്യം. ഓ നൈസ്, നല്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ശിവജന്റെ കവിത ചൊല്ലാൻ പറ്റുന്നത്. പാതി വിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി.
ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ദലവും പൊഴിഞ്ഞുപോയി. സൂര്യകാന്തിപ്പൂവു ഞാൻ ഇന്നും എൻ്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന മൂളലായിന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. അരിന്തേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമൊട്ടുകൾ. കനിവുള്ള കർക്കിടക്കരിമഴയ്ക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമൊട്ടുകൾ. പെണ്ണ് പിഴച്ചതാണില്ലവൾക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം. പന്നിയെപ്പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ഛർദിൽ മണക്കും പ്രഭാത സദ്യ. ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പേയാടുന്ന സന്ധ്യകൾ. കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമ തിരമത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ. പതയുന്ന പരിഹാസലഹരികൾക്കൊപ്പമാം പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ. ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ ഇതിൽ മുറിയുന്ന ഹൃദയങ്ങളാരു കണ്ടു. പെണ്ണിന്നു ഹൃദയമില്ല മനസ്സില്ല മനസ്സിൻ്റെ ഉള്ളിൽ കിനാക്കളിൽ ഒന്നുമില്ല. ഉള്ളതോ ഉന്തി നിൽക്കും മാംസഭംഗികൾ ഉന്മാദ നിന്നോന്നതങ്ങൾ തൻ കാന്തികൾ. അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ടകാലങ്ങളിൽ. അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ടകാലങ്ങളിൽ. ഉള്ളതോ കൊത്തി കടിച്ചു കീറാനുള്ള പച്ചമാംസത്തുണിക്കെട്ടുകൾ ചന്തകൾ. പന്നിയെപ്പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ഛർദിൽ മണക്കും പ്രഭാത സദ്യ. ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും. അണ്ഡമാകാതെ അറം വന്നു പോകട്ടെ അന്ധകാമാന്തരി കശ്മലന്മാർ. ഇത് വെറും നിസ്വയാം പെണ്ണിൻ്റെ ശാപമാണ്. ഇത് ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ. സൂപ്പർ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ചേട്ടൻ. ഇത് ആരെഴുതിയതാ ചേട്ടാ? ശ്രീ മുരുകൻ കാട്ടാക്കട അദ്ദേഹത്തിന്റെ സൂര്യകാന്തി എന്ന് പറയും. സൂര്യകാന്തി എന്ന കവിത ഭയങ്കര രസമായിട്ട് കവിത ചൊല്ലുന്ന ആ ഒരു പെയിനും അതൊക്കെ ഭയങ്കര രസമായിട്ട് ഭയങ്കര ശ്രുതി കറക്റ്റ് ആയിട്ടാണ് ചെല്ലിയത്. ശ്രുതി മാത്രമല്ല ഫീല് ഭയങ്കര അത് ഗംഭീരായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിനി കുറെ കമന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് കവിതയുടെ സ്പേസ് പോവാം. അതുകൊണ്ട് കളയുന്നില്ല. കേൾക്കാത്തവരൊക്കെ കേൾക്കട്ടെ, അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അസാധ്യ പ്രതിഭകളാണ് കേട്ടോ. ഇതൊരു ഭയങ്കര ഓപ്പണിംഗ് ആയിപ്പോ ഇങ്ങനെ ഒന്നിച്ച് കിട്ടിയത്. അതെ അതെ. ഇത് രണ്ടുപേരിൽ ആര് മികവെന്നൊന്നും പറയാൻ പറ്റാത്തതാണ്. രണ്ട് മേഖലയാണ്. എന്നാൽ പോലും രണ്ടുപേരും മിടുമിടുകരായിട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ മൂഡ് ചേഞ്ചിന് വേണ്ടി ഒരു പാട്ട് കൂടെ കേൾക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും ഞങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലാലേട്ടന്റെ വരവേൽപ്പിനകത്ത് വെള്ളാരപ്പൂമല പാടാം. ഓക്കെ, പൊളിക്കാം. ഓക്കെ, വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ.
നന്ദുണി പാട്ടാളി പണം വരുമ്പോ പാഴിരുളും പാടലമാ കതിരു കവിഞ്ഞേ. നന്ദുണി പാട്ടാളി പണം വരുമ്പോ പാഴിരുളും പാടലമാ കതിരു കവിഞ്ഞേ. കാലിക്കുടമണികളിലെ തേടി പതിഞ്ഞ് അറിയാതൊരു പനിനീരിലെ മഞ്ഞു പൊഴിഞ്ഞേ. മഞ്ഞു പൊഴിഞ്ഞേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മുടിച്ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ. ഓണത്താറാടി വരുന്നേ. ഒരു രക്ഷയില്ല, ഭയങ്കര നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാ ചേട്ടനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. എന്നെയാ ചേട്ടൻ നമ്മുടെ നസീർക്കയുടെ ട്രൂപ്പിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോ കലാഭവൻ സിനാജും ഒക്കെ ആയിട്ട് ഞാൻ ചേട്ടനെ വന്ന് കണ്ടിട്ടുണ്ട്. ചേട്ടൻ എനിക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. ആണല്ലേ? ഞാൻ അറിഞ്ഞില്ല അന്ന് ഈ ഗായകൻ എന്റെ മുമ്പിൽ വരും. അവിടുത്തെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ അത്യാവശ്യം പങ്കെടുക്കാറുണ്ടല്ലേ? അതെ അതെ. ശരിക്കും ഒരു പ്രൊഫഷണൽ ഒരാള് നിക്കണ പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരു കാര്യം എന്താണെന്നറിയോ, കറക്റ്റ് ഡാൻസും ഒക്കെ കളിച്ച് അല്ലേ? പാട്ട് പാടാൻ പഠിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് സത്യം കേട്ടോ. കാരണം അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ പാടുന്നത്. ഇങ്ങനത്തെ ഒരു ചാനൽ റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്? അതെ അതെ അതെ. ഒരു ചാനൽ ഷോയിൽ ഇങ്ങനെ ഒരുപാട് ഷോകളിൽ തഴക്കവും പഴക്കവും വന്ന കലാകാരന്മാർ നിന്ന് പാടുന്ന കൂളായിട്ട് അത്ര ഈസി ആയിട്ടാണ് പാടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ അത് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും അറിഞ്ഞാലാണല്ലോ പ്രശ്നം. അത് പോയോ അവിടെ എത്തിയോ? ഇതിപ്പം ആ വീഡിയോ വൈറലായതിനേക്കാൾ കൂടുതൽ വൈറലാവട്ടെ. അതെ അതെ അതെ. ഒരുപാട് വേദികൾ കിട്ടട്ടെ, പരിപാടികൾ കിട്ടട്ടെ. അത് ചേട്ടന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണത്. ഇനി നേരെ അദ്ദേഹത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും സ്കൂളുകളിലൊക്കെ ഒരുപാട് പോയി കവിതാലാപനം, പ്രശസ്ത കവിയല്ല ഈ ഗായകൻ എന്ന് പറയാം. കാരണം ഇതാ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ജീവിതഗന്ധിയായ ഒരുപാട് പേരുടെ അല്ല സമൂഹത്തിന്റെ കണ്ണു ഉറപ്പിക്കുന്ന കവിതകളും ഒക്കെ ആയിട്ട് അങ്ങേക്കും വേദികളിൽ ഒരുപാട് സാധ്യതകളുണ്ട്. കവിത എഴുതണം കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത്രയും കവിതകൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് സ്വന്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു കവിതയൊക്കെ ആയിട്ട് ഇനിയും വരണം ഇവിടെ. ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക്? അതും കൂടെ ചോദിക്കണമല്ലോ. ലോട്ടറി അടിച്ച പോലെ എല്ലാരെയും ഒക്കെ നമ്മൾ ടി വി മാത്രമല്ല കണ്ടിട്ടുള്ളൂ. ഞാൻ ചേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചേച്ചി കാറിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. ചേച്ചിനെ ടി വിയിലും കണ്ടിട്ടുണ്ട്. എന്നെ കാറിൽ പോകുന്ന കണ്ടോ? ഓ ഇതുവഴി ഞാൻ ഓട്ടോ ഓടിച്ച് പോകുമ്പോഴാ ചേച്ചി കാറിൽ. ഞാൻ വിചാരിച്ചു ഈ കോറിഡോറിൽ കാറി പോവാറുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, അപ്പോഴേ ഇവിടെ വന്നു ഞങ്ങളുടെ അടുത്ത് ഇത്രയും നേരം ഞങ്ങളെ ഫുൾ ഓളം ആക്കി. ഇവർക്ക് തിരിച്ച് വീട്ടിലേക്ക് നമുക്ക് സ്നേഹ സന്തോഷം കൊടുത്തു വിടണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മള് സാധാരണഗതിയിൽ സ്റ്റാറല്ലേ കൊടുക്കണം. ഈ നക്ഷത്രങ്ങൾ തന്നെ കൊടുത്തു വിട്ടേക്കാം. അങ്ങനെ തന്നെ നമ്മളിപ്പോ ഇവിടെ ഒരു സ്റ്റാറും ഇല്ലാതെ സ്റ്റാറായിട്ട് വരാതെ കുറെ ആൾക്കാരെ വന്നു നമ്മുടെ വേദിയിൽ വന്ന് പെർഫോം ചെയ്ത് അവർ സ്റ്റാറായി മാറും. അതെ, അതിന്റെ പ്രതീകമായിട്ട് കുറച്ച് സ്റ്റാറുകൾ നമ്മൾ കൊടുത്ത് സന്തോഷത്തോടെ വിടുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും മികച്ച കലാകാരന്മാരാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ രണ്ട് സൈഡിലും രണ്ട് വനിതാ രത്നങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ ഈ ഏരിയ നിന്ന് പയ്യെ മാറിയിട്ട്. സുനിലിന് എത്രയാണ് സ്റ്റാർ? സുനിലേട്ടന് കണ്ണും പൊട്ടി ഞാനൊരു 4 സ്റ്റാർ അങ്ങ് തരുവാ. 4 സ്റ്റാർ. അപ്പൊ നമ്മുടെ മനോഹരമായ കവിത മനോഹരമായിട്ട് ആലപിച്ച ചിബിച്ചേട്ടന് എത്രയായിരിക്കും സ്റ്റാർ? ഒട്ടും കുറയ്ക്കുന്നില്ല, 4 സ്റ്റാർ. സൂപ്പർ. അപ്പൊ 2 4 സ്റ്റാർ ആർട്ടിസ്റ്റുകളാണ് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഇത് കൊടുക്കാനായിട്ട് ഈ രണ്ടുപേരെ തന്നെ അങ്ങോട്ട് വിടട്ടെ. വിട്ടോളൂ, സന്തോഷം. പോകൂ. അപ്പൊ നമ്മുടെ സുന്ദരിമാരായ വനിതാ രത്നങ്ങളാണ് ഇനി ഈ അവാർഡ് നൽകാൻ പോകുന്നത്. 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിളാണ് രണ്ടുപേർക്കും ലഭിച്ചിരിക്കുന്നത്. യെസ്, സുനിൽ ചേട്ടാ, ശിവ ചേട്ടാ. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ടും സമ്മാനമായി നൽകി.